സോ ഫസ്റ്റ് മൊഡ്യൂളിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് EIA, നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. നമ്മുടെ മൊഡ്യൂൾ കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ. ഓക്കെ, സോ വാട്ട് ഈസ് EIA? EIA എന്ന് പറയുന്നത് ഇതിപ്പം EIA എപ്പോഴാണ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോജക്റ്റിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രൊജക്റ്റിനാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിമെൻറ്റ് ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ആ ഒരു ഏരിയയിൽ ഒരു സിമെൻറ്റ് കമ്പനി, ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ ദാറ്റ് കമ്പനി ദാറ്റ് ഫാക്ടറി ഈസ് ഹാവിങ് എ ലോക്കൽ ഇമ്പോർട്ടൻസ് അല്ലേ. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ലോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് എന്ത് വേണ്ടി വരും? EIA വേണ്ടി വരും. അതൊരു കണ്ടീഷൻ. ഇനി വേറൊരു കണ്ടീഷൻ, നമ്മൾ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്, മേ ബി ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു പുഴവക്കത്താണ്, നമ്മുടെ സ്ഥലത്തുള്ള ഒരു പുഴയുടെ വക്കിലാണെന്ന് വിചാരിക്കുക. സോ ദർ ആർ കേസസ് ഫോർ ദ റിവർ ടു ഗെറ്റ് പൊല്യൂട്ടഡ് അല്ലേ. ആ ഒരു റിവർ പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അവിടെ നോക്കണം. അതായത് പൊല്യൂഷന് വൾണറബിൾ ആയിട്ടുള്ളൊരു കേസാണ് അവിടെ നമുക്ക് ഏകദേശം ഊഹിക്കാം. സോ അങ്ങനെയുള്ള കേസിൽ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് അല്ലെങ്കിൽ വൾണറബിൾ ലൊക്കേഷനിലാണ് ഉണ്ടാക്കാൻ പോണതെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? EIA നോക്കണം. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അൺയൂഷ്വലായിട്ടോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഹസാർഡസ്, ഇതുപോലത്തെ ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനൊക്കെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സാധനങ്ങളുടെ ഒരു ഫാക്ടറിയാണ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ള പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പ്രൊജക്റ്റിലും ഈ പറയുന്ന EIA ചെയ്യണം. അപ്പം എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താണെന്നല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ കേസിലാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദിസ് ഈസ് എ പ്രോസസ് അല്ലേ. ഈ 3 കണ്ടീഷൻ മനസ്സിലായല്ലോ. ലോക്കലി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണോ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോഴും വേണ്ടി വരും. മൂന്നാമതായിട്ട് റേഡിയോ പൊല്യൂട്ടൻറ്റ് പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെൻ്റൽ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്ന പ്രൊജക്റ്റിലും നമ്മൾ EIA നോക്കും. ഇനി വാട്ട് ഈസ് EIA? വെരി 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 ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് ഹാവ് ടു ബൈ ഹാർട്ട്, ഈവൻ ദെൻ യു ആർ നോട്ട് ക്ലിയർ വിത്ത് ദ സെൻറ്റൻസ്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടില്ലെങ്കിലും നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യണം. ബട്ട് നമുക്കത് ക്ലിയർ ആക്കാം. വാട്ട് ഈസ് EIA? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്. നിങ്ങളതൊരു കഥ പോലെ പഠിച്ചാൽ മതി. ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക ആൻഡ് മിറ്റിഗേറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് കുറച്ചുകൂടെ ഈസി. Environmental impact assessment refers to the evaluation of environmental impact likely to raise from a major project significantly affecting the environment. EIA എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷനാണ്. അതായത് ഒരു മേജർ പ്രോജക്റ്റ് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മേജർ പ്രോജക്റ്റ് കാരണം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ആ എൻവയോൺമെൻറ്റിന്, ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിന് ഉണ്ടാകും എന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് EIA. മനസ്സിലായോ? ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. EIA റെഫേഴ്സ് ടു ദി, അപ്പം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി മുൻപത്തെ സ്ലൈഡിലേക്ക് പോകണ്ട. ദിസ് ഇസ് ഇറ്റ്. refers to the evaluation of environmental impact. അതായത് എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എപ്പോഴുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെയാണ് പറയുന്നത്?
likely to raise from a major project significantly affecting the environment. നമുക്ക് ഏകദേശം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻവയൺമെൻറ്റിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ EIA എന്ന് പറയുക. ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ആദ്യം ഡെഫിനിഷൻ മറ്റത് പഠിച്ചു, ഇപ്പം ഞാൻ പറഞ്ഞത് പഠിച്ചു. എന്നിട്ട് അതിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 പ്രോസസ്സാണ്: ഐഡൻറ്റിഫിക്കേഷൻ, ക്വാണ്ടിഫയിങ്, മിറ്റിഗേഷൻ. ഇത് വെയ്ഗായിട്ട് പറയുന്ന 3 പോയിൻറ്റ്സ് ആണ്. ഇതല്ല EIA പ്രോസസ്സ്. അപ്പോൾ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പം ഒന്നാമത്തത് ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടുത്തെ എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന പോസിറ്റീവ്, വെറും നെഗറ്റീവ് മാത്രമല്ല, നമ്മൾ പോസിറ്റീവ് ഇമ്പാക്റ്റിനെയും നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും കണ്ടുപിടിക്കും. എന്നിട്ടോ എന്താ ചെയ്യുന്നത്? എന്നിട്ട് കോമൺ ബേസ് നമ്മളൊരു കുറേ തരത്തിലുള്ള നമ്മുടെ ബേസിക് നോളജും മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ട് നമ്മൾ ആ ഇമ്പാക്റ്റിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യും, അതായത് ഒന്ന് പഠിക്കും. ആ പഠിച്ചതിന് ശേഷം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നാണ്. അതിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ളതിൻ്റെ ഒരു മിറ്റിഗേഷൻ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇത്തരത്തിലുള്ള 3 ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനെ ഡീപ്പായിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. സോ ഇത്രയാണ് EIA എന്ന് പറയുന്നത്. ഇവാലുവേറ്റിംഗ് ദി ഇമ്പാക്റ്റ്, ഇവാലുവേഷൻ ഓഫ് ദി എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ലൈക്ലി ടു അറൈസ് ഫ്രം എ മേജർ പ്രോജക്റ്റ് പ്ലാൻ സിഗ്നിഫിക്കൻ്റ്ലി എഫക്റ്റിംഗ് ദി എൻവയൺമെൻറ്റ്. അതാണ് EIA. അതിൻ്റെ 3 എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ, ക്വാണ്ടിഫയിങ് ആൻഡ് മിറ്റിഗേഷൻ. ഇനിയാണ് നമ്മളിപ്പം ഇതിനകത്ത് പഠിച്ചു EIA എന്താണെന്ന് നമ്മൾ പഠിച്ചു. എലിമെൻറ്റ്സ് ഓഫ് EIA ഇത് എസെൻഷ്യൽ എലിമെൻറ്റ്സ് ആണ്. പക്ഷേ എലമെൻറ്റ്സ് ഓഫ് EIA എന്ന് പറയുമ്പം ഇതാണ് മെയിനായിട്ടുള്ള EIA പ്രോസസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്. എലിമെൻറ്റ്സ് അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഞാൻ പറയാം, ഈ പറയുന്നതാണ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് പ്രോസസ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് എൻവയൺമെൻറ്റലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, യു ക്യാൻ സ്റ്റാർട്ട് ദി പ്രോജക്റ്റ് എന്നുള്ള ഒരു ക്ലിയറൻസ് കിട്ടുന്നത് ഈ പറയുന്ന EIA പ്രോസസ്സിലൂടെയാണ്. അപ്പം എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ EIA പ്രോസസ് എന്ന് ചോദിച്ചാലോ ഇനി ഒരു പക്ഷേ EIA എലിമെൻറ്റ്സ് ഓഫ് EIA എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ഓക്കെ, ഫോർ ദോസ് 3 topics you have the same answer, that is the EIA process. ഫസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ്. എന്താ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ്? നിങ്ങളത് സ്വന്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൽ കുറച്ച് ടോപ്പിക്സ് സിലബസിൽ പറഞ്ഞ സ്ക്രീനിങ്, സ്കോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എക്സ്പ്ലനേഷൻ ഉള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സ്വന്തം കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ യു ബൈ ഹാർട്ട് ദിസ് ഫ്ലോ ചാർട്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തിനാണ് ഞാൻ ഈ EIA ചെയ്യുന്നത്? അതായത് ഇവിടെ ഇപ്പം EIA ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ അങ്ങനെ പറയാം. ഒരു സിമെൻറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത് ഈ സിമെൻറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ്. അതെന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്? ഈ EIA ഇത്രയും പ്രോസസ്സിൽ EIA ചെയ്തത് എന്തിനാണെന്നുള്ള ആ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ് ആണത്. സെക്കൻഡ് വൺ ഈസ് പ്രപ്പോസൽ ഡിസ്ക്രിപ്ഷൻ. ഞാനൊരു സിമെൻറ്റ് ഫാക്ടറിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ സിമെൻറ്റ് ഫാക്ടറിയിലുള്ള ആ ഒരു പ്രപ്പോസലിൻ്റെ ഡെഫിനിഷൻ, അതായത് എത്ര ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ കുറേ അതും ഇതുമൊക്കെ നമ്മൾ എഴുതുക. അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കാൻ പോണത്, അങ്ങനെയുള്ള നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ മൊത്തത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് സ്ക്രീനിങ്, ദ വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾ എലമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിങ് ഒക്കെ എഴുതിയാൽ മതി. സ്ക്രീനിങ് എഴുതുക, സ്കോപ്പിംഗ് എഴുതുക, പബ്ലിക് കൺസൾട്ടേഷൻസ് എഴുതുക. സോ വാട്ട് ഈസ് സ്ക്രീനിങ്? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതൊക്കെ വേണ്ടാത്തതാണ് കേട്ടോ. ഇതിൽ ആവശ്യമുള്ള മാത്രം പഠിച്ചാൽ മതിയേ. സോ സ്ക്രീനിങ്, ദ ഔട്ട്കം ഓഫ് സ്ക്രീനിങ് പ്രോസസ് അല്ലെങ്കിൽ സ്ക്രീനിങ് ആ പച്ചയിൽ എഴുതിയത് നിങ്ങൾക്ക് കാണാം. സ്ക്രീനിങ് ഇസ് ദ പ്രോസസ് യൂസ് ടു ഡിറ്റർമൈൻ വെദർ എ പ്രപ്പോസ് പ്രൊജക്റ്റ് ഓർ ആക്ടിവിറ്റി റിക്വയർസ് ആൻ EIA. EIA വേണോ വേണ്ടയോ, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ആവശ്യം,
നമ്മളപ്പോൾ എന്തെഴുതും, എന്താണ് അവിടെ ആവശ്യം, അതായത് ഈ പറയുന്ന ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ EIA ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നീഡ്. രണ്ടാമത്തെ പ്രപ്പോസലിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇനി മൂന്നാമത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ്, അതായത് ആ ഒരു പ്രൊജക്റ്റിനല്ല, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിമൻറ്റ് പ്രൊജക്റ്റിൻ്റെ ആ ഒരു പ്രൊജക്റ്റിന് എൻവയറമെൻ്റൽ ക്ലിയറൻസ് കിട്ടാൻ EIA ചെയ്യണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ് സ്ക്രീനിങ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ്ങിന് വളരെ സിമ്പിളായിട്ട് അത്ര തന്നെ പറയാനുള്ളൂ. ദാറ്റ് ഈസ് ദ പ്രോസസ് യൂസ് ടു ഡിറ്റർമൈൻ വെദർ എ പ്രപ്പോസ് പ്രൊജക്റ്റ് ഓർ ആക്ടിവിറ്റി റിക്വയേഴ്സ് ആൻ EIA. അവിടെ EIA വേണോ വേണ്ടയോ, അത് ചെയ്യണോ. EIA പറയുന്ന ഒരു വലിയ ടെഡിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജാണ് സ്ക്രീനിങ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇനീഷ്യൽ എൻവയൺമെൻറ്റൽ എക്സാമിനേഷൻ IEE എന്ന് പറയാം. IEEE അല്ല, IEE. ആൻഡ് ഇനീഷ്യൽ എൻവയൺമെൻറ്റൽ എക്സാമിനേഷൻ ഓർ സ്ക്രീനിങ് നിങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം, കാരണം ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഗിവൺ ഇൻ യുവർ സിലബസ്. ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദി എലിമെൻറ്റ്. ഈ പറയുന്ന ഇതാക്കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എലിമെൻറ്റ്സിൽ ഫസ്റ്റ് EIA പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന EIAൻ്റെ എലിമെൻറ്റ്സ്. സ്ക്രീനിങ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, EIAയിൽ സ്ക്രീനിങ് വേണോ, സ്ക്രീനിങ് ചെയ്തിട്ട് EIA ചെയ്യണോ ചെയ്യണ്ടയോ, ഈ പറയുന്ന EIA വേണോ വേണ്ടയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ടേബിൾ വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ മൈനിങ് എന്ന് പറയുന്ന ഒരു മിനറൽ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക EIA ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളതും അത് ഏത് കാറ്റഗറിയിൽ പെടുന്നുള്ളതുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാറ്റഗറി A എന്ന് പറഞ്ഞാൽ 50 ഹെക്ടേഴ്സിൽ കൂടുതലുള്ള സ്ഥലമാണെങ്കിലാണ് കാറ്റഗറി A. കാറ്റഗറി B എന്ന് പറയുന്നത്, അപ്പം എന്താ പറയുക, ഈ കാറ്റഗറിക്ക് അനുസരിച്ച് ആ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ പ്രോസസ്സ് മാറും. അതുപോലെ ഓരോ പ്രൊജക്റ്റിനുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. റിവർ വാലി പ്രൊജക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, കോളാണെങ്കിൽ ആ ഒരു AB കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ട, ഞാൻ ഫോർ ദ ടൈം ബീങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഡിറ്റർമൈൻസ് വെദർ EIA ഈസ് റിക്വയർഡ് ഓർ നോട്ട് ഫോർ എ പർട്ടിക്കുലർ പ്രൊജക്റ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊജക്റ്റിൽ EIA ചെയ്യണം എന്ന് കണ്ടുപിടിച്ചാൽ വാട്ട് ലെവൽ, ആ ലെവലാണ് നമ്മൾ ഈ പറയുന്ന ടാബുലാർ കോളം വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അതായത് യു ക്യാൻ സീ ഹിയർ A ആണോ ക്രൈറ്റീരിയ, A ആണോ ക്രൈറ്റീരിയ B ആണോ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാമോ? ആസ് യു ക്യാൻ സീ ഹിയർ ക്രൈറ്റീരിയ A, ക്രൈറ്റീരിയ B. ഇതാ കണ്ടീഷൻ വെച്ചിട്ട് ആ 50 ഹെക്ടേഴ്സ് മൈനിങ്ങിൻ്റെ കേസിലാണെങ്കിൽ കണ്ടീഷൻ വെച്ചിട്ട് പറയുന്നു. അല്ലാത്ത കേസിലാണെങ്കിൽ ചിലപ്പം മെഗാവാട്ടിൻ്റെ കേസിൽ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ EIA വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യും. A കാറ്റഗറി, B കാറ്റഗറി. കാരണം A കാറ്റഗറിയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടാവും, B കാറ്റഗറിയിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അപ്പോൾ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും, EIA മൊത്തത്തിൽ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ചെയ്താൽ മതിയോ, EIA തീരെ ചെയ്യണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ക്രീനിങ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ ഫ്ലോ ചാർട്ടിലേക്ക് വന്നു. കേട്ടോ. സോ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, EIA റിക്വയർഡ് ആണെങ്കിൽ റിക്വയർഡ്, അല്ലെങ്കിൽ EIA വേണ്ട. ആ സ്ക്രീനിങ്ങിൻ്റെ സെയിം പേരാണ് ഇനീഷ്യൽ എൻവയൺമെൻറ്റൽ എക്സാമിനേഷൻ നടുവിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ EIA റിക്വയർഡ് ആയിട്ടുള്ള കേസ് നോക്കിയാൽ മതിയല്ലോ അല്ലേ. EIA റിക്വയർഡ് ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്കോപ്പിംഗ് ആണ് കേട്ടോ. എന്താണ് സ്കോപ്പിംഗ്? ലെറ്റ്സ് സീ വാട്ട് ഈസ് സ്കോപ്പിംഗ്. അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സ്ക്രീനിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്
നമ്മൾ സ്ക്രീനിങ്ങിൽ റിക്വയർമെൻറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് പറയട്ടെ. സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റ് നമ്മൾ ഒന്ന് നോക്കി വെക്കണം. അതായത് സൈറ്റ് സെലക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിൻ്റെ മിനിമം 4 കാറ്റഗറീസ് സ്ക്രീനിങ് ചെയ്യുമ്പോഴേ, അതായത് EIA വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുമ്പം അതിൽ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 പോയിൻറ്റ്സ് നമ്മൾ നോക്കും. അതായത് ആ പ്രൊജക്റ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും എൻവയൺമെൻറ്റൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കും. അതായത് എന്തെങ്കിലും പാർക്കോ ഇൻഡിജീനിയസ് പീപ്പിൾസ് ഏരിയ എന്ന് പറയുന്ന എന്തെങ്കിലും ഭീഷണികളൊക്കെ ഉള്ള ആൾക്കാർ, അതായത് മണ്ണൊലിപ്പ് ഭീഷണിയുള്ള ആൾക്കാരോ അങ്ങനെ ഫ്ലഡ് ഭീഷണിയുള്ള ഏരിയയിലുള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ടൂറിസ്റ്റ് ഏരിയ ആണോ നോക്കും. വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ, ഈ പറഞ്ഞ പോലെ പ്രളയം പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളതോ അങ്ങനെയുള്ള ഏരിയ ആണെന്ന് നോക്കും. ഈ 4 ഏരിയയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഉറപ്പായും EIA നമ്മൾ ചെയ്യും. പിന്നെ സൈറ്റ് സെലക്ഷൻ ആണ്. സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന സ്റ്റഡി ഏരിയ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള എൻവയൺമെൻറ്റൽ റിസോഴ്സിനെ ഒന്ന് എക്സാമിൻ ചെയ്യുക. അതായത് അവിടുത്തെ മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് അടുത്തുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സൈറ്റ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു പ്രൊജക്റ്റ് കാരണം ഉണ്ടാവില്ലേ എന്ന് നോക്കും. ഈ പറയുന്ന ഏരിയ നോക്കും, അതിൻ്റെ സൈറ്റ് സെലക്ഷനുള്ള അല്ലെങ്കിൽ ആ ലൊക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും. പിന്നെ ചെയ്യുന്നത് എന്താണ്, അവിടെ എന്തെങ്കിലും ഈ പ്രൊജക്റ്റ് കാരണം എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്തിട്ട് EIA വേണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അവിടെ കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിങ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഡെഫിനിഷൻ എഴുതുക, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക അവർ സ്ക്രീനിങ് ചെയ്യുമ്പോൾ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് വണ് സ്കോപ്പിംഗ്. അപ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞാൽ നേരെ നമ്മൾ EIA വേണമെന്ന് തീരുമാനിച്ചു, അത് കഴിഞ്ഞാൽ നമ്മൾ സ്കോപ്പിങ്ങിലേക്ക് പോകും. ഇത് സ്ക്രീനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ EIA. EIA റിപ്പോർട്ടിൻ്റെ മേജർ കണ്ടൻറ്റും നമ്മൾ അവസാനം തയ്യാറാക്കുന്ന EIA റിപ്പോർട്ടിൻ്റെ മേജർ കണ്ടൻറ്റും സ്കോപ്പും ഒക്കെ ഇതാണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, മറ്റിടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് സ്ക്രീനിങ്ങിൽ EIA വേണോ വേണ്ടയോ തീരുമാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഇമ്പാക്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ ഒക്കെ. ആ പ്രൊജക്റ്റിലേക്ക് ഒന്നുകൂടെ ആഴത്തിലിറങ്ങി അവിടെയുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടുത്തെ ഇമ്പാക്റ്റ് ക്ലിയർ ആയിട്ട്, വേഗമായിട്ടല്ല വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്കോപ്പിങ്ങിൽ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് സ്കോപ്പിംഗ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്കോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണി, അതുപോലെ തന്നെ സമയം, അതായത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് ഈ സ്കോപ്പിംഗ് വൃത്തിയായിട്ട് ചെയ്താൽ പിന്നെ കുറേ കഴിയുമ്പം EIAക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആ പ്രൊജക്റ്റിന് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കുക EIA റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാലായിരിക്കുമല്ലോ ഇത് ഉണ്ടാവുക. അപ്പം ഈ സ്കോപ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മുന്നേ ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റും നമ്മുടെ മണിയും അതുപോലെ തന്നെ ടൈമും ഒക്കെ സേവ് ചെയ്യണമെങ്കിൽ സ്കോപ്പിംഗ് ആണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത്. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആക്ച്വലി EIA പ്രോസസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി സ്കോപ്പിംഗ് അത് വെരി കീ സ്റ്റേജ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ എൻവയൺമെൻറ്റിൽ ഉണ്ടാവുന്ന കീ ഇമ്പാക്റ്റ്, എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റ് ബോത്ത് പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കുന്നത് ഈ സ്കോപ്പിങ്ങിലൂടെയാണ്. ആക്ച്വലി ഈ സ്കോപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് നേരത്തെ ഫ്ലോ ചാർട്ട് കണ്ടാൽ അറിയാം, സ്കോപ്പിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അവിടെ പബ്ലിക് പാർട്ടിസിപ്പേഷനും കൂടെ വേണം. അതായത് സ്കോപ്പിംഗ് ജസ്റ്റ് നമ്മൾ കുറേ പഠിച്ചത് കൊണ്ടോ നമ്മളത് മൊത്തത്തിൽ പഠിച്ചെഴുതിയോണ്ടോ കാര്യമില്ല. അവിടെ നമുക്ക് ആൾക്കാരുടെ അഭിപ്രായങ്ങളും വേണം. എന്നുവെച്ചാൽ ആൾക്കാർ കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ വന്ന് EIA ചെയ്യുന്ന പുതിയൊരാൾ മാത്രമായിരിക്കും. മേ ബി അവിടെ എത്രയോ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളെക്കാൾ നന്നായി പറയാൻ സാധിക്കുന്നുണ്ടാവും. സോ അവരെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഈ പറയുന്ന സ്കോപ്പിംഗ് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ സ്കോപ്പിങ്ങിൻ്റെ ഉള്ളിലേക്കൊരു ആരോ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഫ്ലോ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു ഇൻറ്ററാക്ഷൻ ആണ് ഇവിടെ നടക്കുക. പബ്ലിക്കായിട്ട് നടക്കും, ഗവൺമെൻറ് ഏജൻസീസും പ്രോജക്റ്റ് പ്രൊപ്പണൻസുമായിട്ടും നടക്കും. മനസ്സിലായോ? ഇനി സ്കോപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കീ ഇഷ്യൂസും കൺസേൺസും ഓൾട്ടർനേറ്റീവ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു EIA ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത് ഈ പറയുന്ന സ്കോപ്പിംഗ് ആണ്. പിന്നെന്താണ്,
ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസീസും ആ EIAയിൽ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ വിട്ടുപോവുകയോ ഓവർലുക്ക് ചെയ്തു പോവുകയോ ഒക്കെ നോട്ട് ഓവർലുക്ക് ചെയ്യാതെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വിട്ടു കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഈ സ്കോപ്പിംഗ്, കാരണം സ്കോപ്പിംഗ് അത്രയും ചെയ്യാനുണ്ട് നമുക്ക്. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ, മറ്റ് ചെലവുകളൊക്കെ, അതായത് ഈ പറയുന്ന EIA ചെയ്യുമ്പം വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് പകരം, അതായത് ഇത് കണ്ടുപിടിക്കാതെ മറ്റെന്തെങ്കിലും പൈസ ചിലവാക്കി അതൊക്കെ ഒഴിവാക്കുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയിട്ട് ഇതിൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയറൻസ് കൊടുക്കണേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സ്കോപ്പിംഗ് നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ടൈം ഡിലേ ഒഴിവാക്കാൻ പറ്റും, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ദിസ് ഈസ് സ്കോപ്പിംഗ്. ഇനി സ്റ്റെപ്സ്, സ്കോപ്പിംഗ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ പ്ലാൻ വേണം. നമ്മൾ ശരിക്കും അതൊരു ഇൻറ്ററാക്ഷൻ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ആരോടൊക്കെ സംസാരിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴൊക്കെ സംസാരിക്കണം എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഉണ്ടാക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടിട്ടുള്ള നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും ഒരുമിച്ച് അസംബിൾ ചെയ്യണം. പിന്നെ make the information available to those whose views are to be obtained. അതായത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ആരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടണം. അപ്പോൾ പബ്ലിക്കിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ, അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ, ഇവരുടെയൊക്കെ ഇൻഫർമേഷൻ നമ്മൾ കറക്റ്റായിട്ട് ബാക്കിയുള്ളവർക്ക് കൂടെ അത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്നുള്ളത്. നമ്മളെ ഉള്ളിൽ ഉള്ള ഒരു കളി മാത്രമല്ല. ഇനി ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ആ സ്റ്റെപ്സ്. വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്നും, അങ്ങനെയുള്ള ഇപ്പം എന്താ പറയുക, ജിയോളജി വകുപ്പിലുള്ള ആൾക്കാരോ അങ്ങനെയുള്ള വകുപ്പിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ ഗ്രൂപ്പ് ചെയ്യണം. പിന്നെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാനും, അത് നല്ല രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളിൽ ഒതുക്കാതെ അത് അവിടെയുള്ള പബ്ലിക്കിനോടും അവിടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനോടൊക്കെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സോ ആ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപായിട്ട് ഏകദേശം ഇതൊന്ന് റിസോൾവ് ചെയ്യാനുള്ളൊരു ഡെവലപ്പിംഗ് സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കണം. അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, ടേംസ് ഓഫ് റെഫറൻസ്. ഇനി ബാക്കിയുള്ള സ്റ്റഡി, ഇനി മുന്നോട്ടുള്ള സ്റ്റഡിയിലേക്കുള്ള ഓരോ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാവും. അതെന്താ നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഇവിടെ ഒരു വേഗമായിട്ടേ പറയുന്നുള്ളൂ, നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ എത്തി? സ്കോപ്പിംഗ് വരെ എത്തി. അപ്പോൾ സ്കോപ്പിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ ഓർത്തെടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് അസസിങ്. അസസിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന സ്കോപ്പിംഗ് വഴി കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഇമ്പാക്റ്റുകളെയും നന്നായി ഐഡൻറ്റിഫൈ ചെയ്തതിനെയൊക്കെ നന്നായി അനലൈസ് ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ മനസ്സിലാക്കുന്നു. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് സ്കോപ്പിങ്ങിൽ, കണ്ടില്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഈ 2 പോയിന്റിലുള്ളൂ. റിവ്യൂയിങ്ങിൻ്റെ സമയത്തും സ്കോപ്പിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. വേറെ ചില സ്റ്റേജുകളിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം ആ ഒരു പ്രൊജക്റ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് മിറ്റിഗേഷൻ? മിറ്റിഗേഷൻ ഈസ് എന്ന് വെച്ചാൽ അതിനെ ഒഴിവാക്കാൻ, ഈ പറയുന്ന നെഗറ്റീവ് പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിസൈനിങ്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ റീഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു പ്ലാനിങ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ റിപ്പോർട്ടാക്കി മാറ്റുന്നു, റിവ്യൂ ചെയ്യുന്നു. ഈ റിപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തും പിന്നെ അവിടുത്തെ പബ്ലിക്കിൻ്റെ അടുത്തും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഈ റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊടുക്കും. അവിടെയും നമുക്ക് പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ്
ചെക്കിങ് ചെയ്യുക. അതായത് ഈ പറയുന്ന പ്രോസസ്സിൻ്റെ ക്ലിയറൻസ് കിട്ടിയോ എന്നുള്ളത് ഒരു രീതിയിൽ പറയാം. എൻവയറമെൻറ്റൽ ക്ലിയറൻസ് കിട്ടിയോ എന്നുള്ളതിനാണ് അപ്രൂവ്ഡ്. ഇനി അതല്ല, നിങ്ങൾക്ക് EIA ഇത് കംപ്ലീറ്റ് ആയി, ഇത് ഓക്കെ ആണ്, ഈ പ്രൊജക്റ്റ് ഇവിടെ തുടങ്ങാമെന്നുള്ള അപ്രൂവൽ അവിടെ കിട്ടും. ഇനി നോട്ട് അപ്രൂവ് ആണെങ്കിൽ വീണ്ടും നമ്മളതൊക്കെ റീഡിസൈൻ ചെയ്യണം, വീണ്ടും നമ്മളത് റീസബ്മിറ്റ് ചെയ്യണം. എല്ലാ മെത്തേഡ്സും ഇതേപോലെ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മോണിറ്റർ ചെയ്യും. പിന്നെ EIA ഓഡിറ്റും ഇവാലുവേഷനും ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ ഓരോ കൊല്ലം തോറും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായോ? ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി EIA പ്രോസസ്സിൽ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇമ്പാക്റ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ടൈപ്പ് മനസ്സിലാക്കും, നേച്ചർ മനസ്സിലാക്കും, മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കും. അതായത് ടൈപ്പ് എന്ന് പറയുമ്പം ഇത് ഇമ്പാക്റ്റ് അനാലിസിസിൽ വരുന്നതാണ്. അതായത് സ്കോപ്പിംഗ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ വരുന്നതാണിത്. ടൈപ്പ് മനസ്സിലാക്കും, അതിൻ്റെ ബയോഫിസിക്കൽ, സോഷ്യൽ, ഹെൽത്ത്, എക്കണോമിക്. പിന്നെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ക്യുമുലേറ്റീവ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്. ഇമ്പാക്റ്റുകളെ നമ്മൾ കണ്ടുപിടിച്ച് ഇമ്പാക്റ്റുകളെയാണ് അനലൈസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പിൽ പെടും, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് നല്ല എഫക്റ്റ് ഉണ്ടാക്കുമോ, മോഡറേറ്റ് ആണോ, ലോ ആണോ, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ്, പിന്നെ ടൈമിങ്. ഓക്കെ, ടൈമിങ് കുറേ കാലത്തേക്കുള്ളതാണോ, പെട്ടെന്ന് തീരുമോ, ഡ്യൂറേഷൻ, പിന്നെ അൺസർട്ടനിറ്റി, പിന്നെ റിവേഴ്സബിലിറ്റി, സിഗ്നിഫിക്കൻസ്. ഇതൊക്കെ ഇമ്പാക്റ്റിൽ അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂൾസിൽ പഠിക്കുന്നുണ്ട്. ഇനി ഇമ്പാക്റ്റ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ആക്സെപ്റ്റബിൾ ലെവൽസിൽ കണ്ടുപിടിക്കുന്നു. എൻവയറമെൻറ്റൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് എൻഹാൻസ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇമ്പാക്റ്റ് മിറ്റിഗേഷൻ റെയർ ടു അൺഡിസൈറബിൾ, ഇതൊന്നും നിങ്ങൾക്ക് വലിയ കാര്യത്തിൽ പഠിക്കാനില്ല. കോമ്പൻസേഷൻ, മിറ്റിഗേഷൻ, അവോയ്ഡൻസ്. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ യൂസ്ഡ് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു ഓഫ്സെറ്റ് ഹാബിറ്റൽ ലോസ് ആണ്. അവോയ്ഡൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസൈറബിൾ ആയിട്ടുള്ള മിറ്റിഗേഷൻ മെത്തേഡ്സ് ആണിത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി അതിപ്പോൾ വേണ്ട, അതവിടെ നിൽക്കട്ടെ. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. EIA റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണിത്. EIA റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന്. ഓക്കെ, അതായത് ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ എല്ലാ ഇമ്പാക്റ്റുകളും ഒക്കെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം EIA നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട്, EIA റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്യും. അത് എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വേണം, ഫിസിക്കൽ എൻവയറമെൻറ്റിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, സോയിൽ, വാട്ടർ, ഇതിലൊക്കെ എങ്ങനെയൊക്കെയാണ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ, അവിടെയുള്ള വൈൽഡ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, പിന്നെന്താണ് ലോക്കൽ പോപ്പുലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എനി ഇൻഫ്ലുവൻസ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇപ്പോൾ വേണ്ട, ഇതൊക്കെയായിരിക്കും കണ്ടൻറ്റുകൾ. ദാറ്റ് ഈസ് ഇറ്റ്. പിന്നെ റിവ്യൂ, അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത്. EIA റിപ്പോർട്ടിൻ്റെ റിവ്യൂ നമ്മൾ നോക്കും. പബ്ലിക് കമൻറ്റ്സ് അവിടെയും നമ്മൾ ആവശ്യപ്പെടും. പിന്നെ ഇൻഫർമേഷൻ സഫീഷ്യൻ്റ് ആണോ എന്ന് നോക്കും. ഐഡൻറ്റിഫൈ എനി ഡെഫിഷ്യൻസി, ആ റിവ്യൂ എന്ന് പറയുന്ന സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഐഡൻറ്റിഫൈ എനി ഡെഫിഷ്യൻസീസ് ടു ബി കറക്റ്റഡ്. പിന്നെ ഡെസിഷൻ മേക്കിംഗ്, മോണിറ്ററിങ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദർ ഇസ് നത്തിങ് ടു എന്താ പറയുക, കാര്യത്തിൽ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് EIA റിപ്പോർട്ട് അല്ലെങ്കിൽ 2006 കീ എലിമെൻറ്റ്സ് ഇൻ EIA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ്. നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ. ഇത് റിപ്പോർട്ടിലുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്, റിപ്പോർട്ടല്ല. നിങ്ങൾക്ക് EIA കീ എലിമെൻറ്റ്സ് ഇൻ EIA
2006 EIA എന്ന് പറയുന്നത് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണിത്. നിങ്ങൾ ആക്ച്വലി മറ്റത് തന്നെ പഠിച്ചാൽ മതി. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ. EIA റിപ്പോർട്ടിലുള്ള സാധനങ്ങളാണിത്. നിങ്ങൾ EIA ക്ലിയറൻസിന് എന്താണോ പഠിച്ചത് അത് തന്നെ മതി കേട്ടോ. സോ ഇത്രയും മതി. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.